എന്റെ അമ്മേ. ലാർജും സ്മോളും ഒന്നും കഴിക്കാതെ ഞാൻ സംസാരിക്കാം. നീയോ? അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഞാനല്ല, മുതലാളിക്ക് കുരുട്ടുബുദ്ധി പറഞ്ഞു കൊടുത്ത് വഴിതെറ്റിക്കണ വക്കീലുണ്ടല്ല, ലീഗൽ അഡ്വൈസർ കുഞ്ചപ്പാടത്തെ പുഷ്പാങ്കതൻ. അതിന് വക്കീൽ പറയൂ? പറഞ്ഞില്ല, ഞാൻ പറയിപ്പിക്കും. ഡോറും തുറക്കാൻ പറ്റില്ല, ചാടിക്കോ. ഞങ്ങൾ സമയത്ത് വന്നില്ലായിരുന്നെങ്കിലേ വക്കീലിന്റെ ചീട്ട് കയറിയാനെ. അതെ അതെ, ഇന്നത്തോടെ കേസിട്ട് മടക്കായിരുന്നു. ഇന്ന് വക്കീല് വാദിച്ച പ്രതികൾക്ക് ജീവപര്യന്തമോ തൂക്കോ? അതിന് ഞാൻ പ്രതിക്ക് വേണ്ടിയല്ലല്ലോ, വാദിക്ക് വേണ്ടിയല്ലേ വാദിച്ചത്. കുറെ നാളിന് ശേഷം കിട്ടിയ കേസായതുകൊണ്ട് ഞാൻ എന്റെ സർവ്വശക്തിയും എടുത്തങ്ങ് വാദിച്ചു. പക്ഷെ ഒരു കുഴപ്പം പറ്റി. വാദം മുറുകി വന്നപ്പോ വാദി പ്രതിയായി. പീനൽ കോഡ് മാറി. അതിനെന്റെ സ്പൈനൽ കോഡിൽ പിടിക്കാൻ ഓടിച്ചതാ അവര്. നീതി ദേവതയാ നിങ്ങളെ കൃത്യസമയത്ത് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. നാരകത്തറയിൽ ദാമോദരൻ നായർ മകൻ രാമൻ നായർ എന്ന് കച്ചീട്ടിൽ പേരുള്ള നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ വളർച്ചയെ അംഗീകരിക്കുന്നില്ല. അതിന് ഞാൻ മുതലാളിയുമായി സംസാരിച്ച് ഒരു പരിഹാരം കാണണം, അത്രയല്ലേ ഉള്ളൂ. അതെ. ബുദ്ധിമുട്ടാ? അതെന്താ വക്കീലെ? ഞാൻ NDRന്റെ ലീഗൽ അഡ്വൈസർ മാത്രമാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ കൈ കടത്തുന്നതിന് എനിക്ക് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. കൈ കടത്തിയില്ലേലും കൈ ഒഴിയാതിരുന്നാ മതി വക്കീലെ. പ്രായപൂർത്തിയായ ചോരയും നീരുമുള്ള രണ്ട് യുവാക്കളുടെ മനപ്രയാസം ചോരയും നീരും പറ്റിയ വക്കീലെങ്കിലും മനസ്സിലാക്കണം. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. എന്ത് വഴി? നിങ്ങളെ മുതലാളി അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ വളർന്നെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം. അയ്യേ, അച്ഛന് ഒരു മകൻ അതെങ്ങനെ കാണിച്ചു കൊടുക്കാം? വൃത്തികെട്ടവനെ. അതല്ല ഞാൻ പറഞ്ഞത്. രമണനും രമേശനും ശാരീരികമായും മാനസികമായും വളർന്നെന്ന് അച്ഛൻ്റെ മുമ്പ് തെളിയിക്കണം. അതെങ്ങനെ? ഒരു കരി വെക്കി തലയിൽ വെച്ച് ശാരീരിക വളർച്ച തെളിയിക്കാം, മാനസിക വളർച്ച എങ്ങനെ തെളിയിക്കും? മെന്റൽ ആശുപത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലോ? വിട്ടി കൂഷ്മാണ്ടമേ, ഒരു പെണ്ണ് കെട്ടുന്നതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് കൊള്ളാലോ. വക്കീലിന് തീരെ ബുദ്ധിയില്ലെന്ന് അച്ഛൻ പറയുന്നത് വെറുതെ. പെണ്ണ് കെറ്റ ഒരു പരിധി വരെ ആണത്തം തെളിയിക്കാം, പക്ഷെ അതുകൊണ്ട് മുതലാളി ഒതുക്കാൻ പറ്റുമോ? ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്താ ഇവിടെ നടക്കാത്തത്? കൈകേയി വിചാരിച്ചപ്പോൾ സാക്ഷാൽ ശ്രീരാമൻ വരെ കാട് കയറിയില്ലേ? എന്തിനു പുരാണം? ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥന്റെ ജീവിതം വരെ പോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണിന്റെ കുറവുണ്ട്. സാമർത്ഥ്യക്കാരിയായ ഒരു പെണ്ണവിടെ കാലുകുത്തിയാൽ മുതലാളി താനേ ഒതുങ്ങും. ഇവിടെ വലിച്ചു വാരിയിടാനല്ല പറഞ്ഞത്. ആർക്കും ഒന്നിലും ഒരു ശ്രദ്ധയും ഇല്ല. തനിയൊന്നേ വരുന്നേ. താനാണോ ഇവിടുത്തെ ദേഹണ്ണക്കാരൻ? അതെ. വീട്ടുമുറ്റത്ത് വെച്ച് ആണോടോ ദേഹണ്ണം? അല്ല, പിൻഭാഗത്താ. എന്നാ പിന്നെ വാചോടിച്ചിരിക്കാതെ ചെമ്പും കലവും ചട്ടവും കൊടുത്ത് അപ്പുറത്തോണ്ട് വെക്കണോ? ഓഹോ. 100 കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞ കണക്ക് നിക്കണേ? പച്ചക്കറിയും പലവഞ്ഞവും രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൂവും മാലയും ബൊക്കയും നാളെ വെളുപ്പിനെ ഇവിടെ എത്തുവോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? പെണ്ണിന്റെ തന്ത നീയോ ഞാനോ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. ആ അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. തന്തയ്ക്ക് വേറെ അർത്ഥം ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗ്രഹനാഥൻ മുതലാളി എന്നാ, എന്നാലും ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ എന്നോട് ആദ്യം അവിടെ പോയി ചെയ്യടാ. അവന്റെ ഒരു അങ്ങോട്ടും ആദ്യം പാചകം ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഭയങ്കര വിശപ്പ്. നീർക്കോലിയുടെ രൂപവും പെരുമ്പാമ്പിന്റെ വിശപ്പും. എന്താ അകത്തൊരു ബഹളം? ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ. എന്താ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്ത്? പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചിയോട് പോയി ചോദിച്ചില്ലേ? എടാ അച്ചുവേ, എന്റെ മകൾക്ക് ഇതെന്താ പറ്റി? കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം. ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്നൊരു വാശി. ഇനിയിപ്പൊ പേടിച്ചിട്ടാണോ അതോ? അതെ, മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ 2 തരത്തിലുള്ളവരാ. ഒന്ന് പിഴച്ച പെണ്ണ്, 2 പ്രേമിച്ച പെണ്ണ്. ഇത് ഏത് വകുപ്പിലാ മോളെന്ന് പോയി ചോദിക്കും.
എടാ ചത്തേ എന്റെ മോള് കുടുംബത്തിൽ പറഞ്ഞവളാണ്. എന്ന് കരുതി ആയിക്കൂടുന്നുണ്ടോ? പോടാ. ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? പോടാ, പോയി അരി വെക്കണോ കോപ്പേ. ഇയാൾക്ക് ഭ്രാന്താ. ഭ്രാന്ത് വരും. മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ. ആരായിരുന്നാലും ശരിയാ, ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ എന്നാ രക്ഷപ്പെട്ട്. പറഞ്ഞത് കേട്ടോടാ. ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയോ? നല്ല തണുപ്പാണല്ല. തർക്കുത്തരം പറയുന്നോടാ. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല, ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ്. ദേ ഒരെണ്ണം. ആ ഒരെണ്ണമല്ല, രണ്ടെണ്ണം. എന്താ? നിങ്ങളെ കാണിച്ചു തന്നതാ. അല്ല അല്ല മാം സാബ്, യുവമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. കണ്ടു. നിന്റെ കഴുത്ത് ഞാനൊന്ന്. എന്താണ് അവിടെ? ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. അതൊക്കെ പിന്നിലെക്കാം. ആദ്യം അവന്മാരെ കൊണ്ട് വിടെ. ഓ ചെല്ലടാ. അവന്മാരോട് അങ്ങോട്ട് ചെല്ലാൻ വാ. അവന്റെ ഒടുക്കത്തൊരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി എല്ലാം മുന്നിൽ പോട്ടെ. 10 മണിയുള്ള ഉടുപ്പ് കൊടുത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കണത്. മര്യാദക്ക് ഇന്ന് അലക്കടാ, ഇല്ലെങ്കിൽ മനീന്ദർ സാബ് നിന്നെ എടുത്തിട്ട് അലക്കും. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. 2 വർഷമായിട്ട് ഇവിടെ അലക്കുന്ന ഒന്നുമില്ലേ? വാചടിക്കാതെ വേഗം അലക്കടോ, ബാക്കിയുള്ളവരും തുണിയും കൊണ്ട് വരണുണ്ട്. നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ടാവും. എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? എന്റെ അമ്മേ, ഇത് ഏത് കാലമാടന്റെയാണ്? സാബിന്റെയാ. ബെഡാ സാബ. ഈ കാലമാടന്മാരെക്കാൾ ബെഡാ ഇനി വേറൊരുത്തനുണ്ടോ? ഇവന്മാരൊക്കെ എന്ത്? ബഡാ സാബല്ലേ ശരിക്കുള്ള സാബ്, സിക്കന്ദർ സിംഗ്. പഞ്ചാബി പോയിരിക്കുക, ഉടനെ വരും. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പ മൂത്രം ഒഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ടാ? അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ ആ. അവര്. യുവന്മാർക്കെല്ലാം ബഡാ സാബിന് വലിയ പേടിയാ. എനിക്കും. കാണേ, കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി നഹി എന്ന് പറഞ്ഞാ നഹി. പോടോ ഹേ. ചെല്ലടാ ചെല്ലി, പോയി കാണ കഴുക്. നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. കാണല്ല ഖാന. ആ. ചപ്പാത്തി ഞാൻ അയാളെ വിളിച്ചത്. ആണാ? എന്റെ അമ്മ വിശന്നിട്ട് നിക്കാൻ പറ്റണില്ല. വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്. പണിയൊക്കെ എനിക്ക് തീറ്റ അവനും. പിന്നെ എന്തെങ്കിലും എല്ലാരും തിന്നു കഴിയട്ടെ, നിന്ന് അലക്ക്. എന്തുവാ ഇത്? ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല. ബഡാ സാബിന്റെ ഒരേ ഒരു പെങ്ങള് മാം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബഡാ സാബ് നിന്നെ ഈഞ്ച പരിവാക്കും. അതൊക്കെ ഇതെന്തൊരു നാടാ? കാണാന്ന് പറഞ്ഞാ ചപ്പാത്തി, ആ. ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ? വിവരദോഷികള്. ഇതിവിടെ ഇരിപ്പണ്ട. എടാ, നീ അറിഞ്ഞാ എന്നാ അടുക്കളയിലിട്ട് ഇടിച്ചടാ? അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇവിടെ കിട്ടും. ഇടിയാ? അല്ല, ഭക്ഷണം. എന്റെ അമ്മോ. പിന്നെ ഇതെന്ത് പണ്ടാരോണ്? ഭക്ഷണം. ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാറ് തരോ? ചാർ? ആ, ചാർ ചാർ. ദേ പിന്നെ ഇടാണ്. ഇതെന്താടോ ഹേ? 1 2 3 4 6 5 6 പേറ്റയ്ക്ക് കോട്ട്. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ കയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈ കഴുകു. അത് ഇത് തിന്നാനായിട്ട്. ഇവിടെ അറക്കമില്ല വല്ലതും ഉണ്ടോ ഒന്ന് അറപ്പിക്കാൻ? ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ 2 പണയുരുപ്പടികൾ? പക്ഷെ യവന്മാര് കുഴപ്പമൊന്നുമില്ല മാം സാബ്, നല്ല പിള്ളേരാ.